ഹജ്ജിന് മുന്നോടിയായി സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസകൾക്ക് നിയന്ത്രണം. ഇന്നു മുതൽ ജൂൺ 6 വരെ സൗദിയിലേക്ക് സന്ദർശക വിസകളിൽ പ്രവേശനമുണ്ടാകില്ല. ഹജ്ജിന് മുന്നോടിയായാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. സാധാരണ ജിദ്ദ വിമാനത്താവളത്തിലേക്ക് മാത്രമാണ് നിയന്ത്രണമുണ്ടാകാറുള്ളത്. അതേസമയം മക്ക അടക്കമുള്ള വിശുദ്ധ സ്ഥലങ്ങൾക്കായുള്ള റോയൽ കമ്മീഷൻ സെൻട്രൽ മക്ക മേഖലയിലും അനുബന്ധ പുണ്യസ്ഥലങ്ങളിലും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിലവാരമുള്ള വിവിധ പദ്ധതികളും സംരംഭങ്ങളുമാണ് ഈ വർഷത്തെ ഹജ്ജ് സീസണിൻ്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ളത്. ഗതാഗത സംവിധാനങ്ങൾ, ഫീൽഡ് ആരോഗ്യ തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിൽ 36,000 ചതുരശ്ര മീറ്റർ കാൽനടപാതകൾ നിർമ്മിച്ചു. 10,000 തണൽ മരങ്ങളും നട്ടുപിടിപ്പിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വികസന തന്ത്രത്തിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, ഫീൽഡ് ആരോഗ്യ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മക്കയുടെ മധ്യഭാഗത്ത് വീതിയേറിയ നടപ്പാതകൾ നിർമ്മിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നടപ്പാതകളിൽ തണൽ വിരിക്കാനായി സംവിധാനമൊരുക്കിയത് കാൽനടയാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുകയും പരിസ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ആളുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ദുൽഖഅദ് 15 മുതൽ ദുൽഹജ്ജ് 30 വരെയുള്ള സേവനത്തിനായി 431 സ്റ്റോപ്പുകളും 4 സെൻട്രൽ സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന 12 റൂട്ടുകളിലായി 400 ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഉയർന്ന തിരക്കേറിയ റൂട്ടുകളിൽ ബസ് സേവനവും വർദ്ധിപ്പിച്ചു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഹജ്ജ് കർമ്മച്ചടങ്ങ് നടക്കുന്ന മുസ്തലിഫയിൽ 1,70,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള റബ്ബർ കൊണ്ടുള്ള കാൽനടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ചൂട് മൂലമുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പാതകൾക്കരികെ തണൽ നൽകുന്നതിനുള്ള 10,000 മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മിനായിലെ ഫീൽഡ് വികസന സേവനത്തിൻ്റെ ഭാഗമായി 200 കിടക്കകളുള്ള ഒരു ആശുപത്രി, പ്രഥമ ശുശ്രൂഷയും ലോജിസ്റ്റിക്കൽ സേവനങ്ങൾക്കുമായി വഴിയിൽ 71 അടിയന്തര ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.